2 മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ ഛത്തീസ്ഗഡിൽ കേസെടുത്തപ്പോൾ എന്ത് കോലാഹലമാണല്ലേ നടക്കുന്നത്. നോക്കൂ, താങ്കൾ പറഞ്ഞതുപോലെ ഒരു യുവ സന്യാസിനിയെ കസ്റ്റഡിയിൽ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച സമയത്ത് അത് വാർത്തയായില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ഘോരഘോരം ബാധിക്കുന്നവരൊന്നും അന്ന് രംഗത്ത് വന്നിരുന്നില്ല. ഗൗതം, ഇവിടെ ATSൻ്റെ കണ്ടെത്തലുകളാണ് ഈ പ്രജ്ഞാ സിംഗ് ഠാക്കൂറിൻ്റെ മോട്ടോ ബൈക്കിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ചു വെച്ചത് എന്ന്. പക്ഷേ NIA അന്വേഷണം ഏറ്റെടുത്തപ്പോൾ തന്നെ അവർ ഈ ഒരു സംഗതി അത് തള്ളിക്കളഞ്ഞിരുന്നു അല്ലേ? ആലിനമ്പേർ, ഇതിനകത്ത് NIAയുടെ അന്വേഷണം എത്തുന്ന ഘട്ടത്തിലാണ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ, വസ്തുതകൾ പുറത്തേക്ക് വരുന്നത്. കാരണം ATSനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അന്വേഷണത്തിൽ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിമർശനം നേരത്തെ തന്നെ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ കോടതി തന്നെ ഈ വിധിപ്രസ്താവം വായിക്കുന്ന സമയത്ത് ഇതിൻ്റെ അന്വേഷണത്തിനകത്ത് പിഴവുകൾ സംഭവിച്ചു എന്നത് സംബന്ധിച്ചുള്ളൊരു നിരീക്ഷണം കോടതിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് നമുക്കറിയാവുന്നതുപോലെ ഈ കാവ്യ ഭീകരത എന്നൊരു ടേം കോയിൻ ചെയ്തെടുക്കുന്നത് ശരിക്കും കോൺഗ്രസിൻ്റെ അന്നത്തെ UPA സർക്കാരിൻ്റെ ഭരണകാലത്താണ്. ആ ഒരു സമയം, ഒന്നാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ സന്യാസിമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു കാര്യമായിട്ടൊരു പ്രവർത്തനം ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഈ ആദി ശങ്കരാചാര്യരെ പോലും, അതായത് കാഞ്ചി കാമകോടി മഠത്തിൻ്റെ അധിപനായ ജയേന്ദ്ര സരസ്വതിയെ അറസ്റ്റ് ചെയ്ത സംഭവം തന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അവസാന വാക്കായി കണക്കാക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സ്വാഭാവികമായിട്ടും. 4 മഠങ്ങളുണ്ട്, അതിൽ ശങ്കരാചാര്യർക്ക് അത്രത്തോളം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ശങ്കരാചാര്യരെ പോലും ജയിലിലേക്ക് അടയ്ക്കുന്നൊരു സാഹചര്യം അന്നത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്ന വസ്തുത നമ്മൾ ഓർക്കണം. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു സന്യാസി സ്വാമി അസീമാനന്ദ്, അദ്ദേഹം പശ്ചിമ ബംഗാളിൽ ജനിച്ച് പിന്നീട് വനവാസി കല്യാണാശ്രമത്തിൻ്റെ വളരെ സജീവ പ്രവർത്തകനായി നിന്നുകൊണ്ട് കൺവേർഷനെയും മറ്റ് ഈ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളെയും ഒക്കെ എതിർക്കുന്ന മറ്റൊരു സന്യാസിയാണ്. അദ്ദേഹത്തെയും ഈ സംജോത എക്സ്പ്രസ്, അതുപോലെ തന്നെ മക്ക മസ്ജിദ് സ്ഫോടനം, ഇത്തരം കേസുകളിൽ പ്രതി ചേർക്കാനുള്ളൊരു ശ്രമം നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒന്നാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തുടർച്ചയായി ഈ സന്യാസിമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രവർത്തനം ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി തന്നെ ഉണ്ടായി എന്ന വിമർശനം ആ കാലത്ത് വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് ദേശീയ പ്രസ്ഥാനങ്ങൾ അത്തരം വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ കോടതി വിധി അതിനെ തീർച്ചയായിട്ടും ശരിവെക്കുന്നതാണ്. മഹാരാഷ്ട്ര ATSൻ്റെ കണ്ടെത്തലുകൾ പൊള്ളയായിരുന്നു, അതിന് ഒരു അടിസ്ഥാനവുമില്ല എന്ന് ഒരിക്കൽ കൂടി NIA കോടതിയും അടിവരയിടുന്നു. നേരത്തെ അസീമാനന്ദിൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തെയും വിവിധ കേസുകളിൽ, സംജോത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ അദ്ദേഹത്തെയും കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരം പറയേണ്ടത് ശരിക്കും കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. പ്രത്യേകിച്ച് അന്ന് നമ്മുടെ രാജ്യത്ത് ഭരണത്തിലിരുന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രിമാരും അന്ന് ഈ ഹിന്ദു ഭീകരത എന്ന പദപ്രയോഗം ആദ്യമായി കോയിൻ ചെയ്തെടുത്ത ദിഗ്വിജയ് സിംഗും കമൽനാഥും സുശീൽ കുമാർ ഷിൻഡെയും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ വിഷയത്തിൽ കൃത്യമായി അന്ന് അവരെടുത്ത നിലപാടുകളെ പറ്റിയുള്ള വിശദീകരണം നൽകേണ്ടത്. ഗൗതം, ചിദംബരത്തിൻ്റെ പേര് കൂടി അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്ന് തോന്നുന്നു അല്ലേ? ആഭ്യന്തരമന്ത്രി എന്ന ചിദംബരം ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ്, അതായത് ഇങ്ങനെ ഈ കാവ്യ ഭീകരത എന്ന ഒരു സംജ്ഞ തന്നെ കൊണ്ടുവന്ന് രൂപപ്പെടുത്തി സന്യാസിനിമാരെ, അതുപോലെ സന്യാസി വര്യരെ ഒക്കെ അറസ്റ്റ് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടു എന്ന് സ്ഥാപിക്കാൻ, കള്ളത്തെളിവുകൾ ഉണ്ടാക്കി സ്ഥാപിക്കാൻ അക്ഷീണം പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിൽ അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചിദംബരം കൂടി ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും P. ചിദംബരം, അതുപോലെ തന്നെ സുശീൽ കുമാർ ഷിൻഡെ, ദിഗ്വിജയ് സിംഗ്, ഇത്തരം ആളുകളുടെ അവരാണ് തുടർച്ചയായി ഇത്തരം പദപ്രയോഗങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഈ കാവ്യ ഭീകരത എന്നൊന്ന് തൊടുത്തു വിട്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണമായി പൊതുവേ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഈ ഒന്നാം UPA സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം ഭീകരാക്രമണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത് 1-2 UPA സർക്കാരിൻ്റെ കാലത്താണ്. പ്രത്യേകിച്ച് ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദികൾ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ഡൽഹിയിൽ തന്നെ ഏതാണ്ട് 5 സ്ഫോടനങ്ങൾ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത്, അതായത് 5 വർഷത്തിനിടയിൽ 5 സ്ഫോടനങ്ങൾ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ ഡൽഹിയിൽ നടത്തുകയാണ്. നമ്മുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലേക്ക് പോയി കഴിഞ്ഞാൽ 3 ഭീകരാക്രമണങ്ങൾ, അതിൽ 2008 നവംബർ മാസത്തിലെ അതിഭീകരമായ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വലിയ ഭീകരാക്രമണം, അതുകൂടാതെ 2 സ്ഫോടനങ്ങൾ കൂടി ഈ 5 വർഷത്തിനിടയിൽ ഉണ്ടായി. വാരണാസി പോലെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ, അയോധ്യയിലെ രാമജന്മഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, RSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഭീകരവാദികൾ ഇരച്ചെത്തുന്നു. അപ്പോൾ 5 വർഷക്കാലത്തിനിടയിൽ തുടർച്ചയായി UPA ഭരണത്തിൽ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ തുടർച്ചയായി ഒരു ഭാഗത്ത് വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അതിനെ
പ്രതിരോധിക്കുന്നതിന് പകരം മറുഭാഗത്ത് ഹൈന്ദവ സംഘടനകളും അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളും ഇത് ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ഈ ഹിന്ദുത്വ ഭീകരത എന്ന പദപ്രയോഗം തന്നെ ഇവർ രൂപപ്പെടുത്തിയത് എന്നത് അന്നു മുതലേ ഉള്ളൊരു വിമർശനമാണ്. കാരണം അതിന് ഒരു തരത്തിലുമുള്ള തെളിവുകളോ അത് സ്ഥാപിക്കാനോ കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിൽ പോലും അവർക്ക് സാധിച്ചിരുന്നില്ല. ഇന്നത് NIA ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിൽ അക്കാര്യം തെളിഞ്ഞിട്ടില്ല. രാജ്യത്തെ പ്രധാനപ്പെട്ട കോടതികൾ അത് തള്ളിക്കളയുകയാണ്. അപ്പോൾ ആ കാലത്ത് പ്രധാനമായും ഉയർന്നു വന്ന വിമർശനം എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ വലിയ തോതിലുള്ള ഭീകരാക്രമണങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടത്തുമ്പോൾ മുസ്ലിം ഭീകരവാദം മാത്രമല്ല നമ്മുടെ രാജ്യത്തുള്ളത്, ഭൂരിപക്ഷ ഹിന്ദുക്കളും അത്തരത്തിൽ ആയുധമെടുത്ത് പ്രശ്നങ്ങൾ രാജ്യത്തിനെതിരെ സൃഷ്ടിക്കുന്നുവെന്ന് വരുത്തി തീർക്കുവാൻ വലിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഭാഗമാണ് സംജോത എക്സ്പ്രസ് ആണെങ്കിലും ഈ കാണുന്ന മലേഗാവ് സ്ഫോടനമൊക്കെ ആണെങ്കിലും നമുക്ക് ആ രീതിയിൽ മാത്രമേ വിലയിരുത്താൻ പറ്റുള്ളൂ.